ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേയായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഇന്ന് മുതൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി മാജിക് ട്രിക്കാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ പ്രിവ്യൂ വീഡിയോ ഫസ്റ്റ് കണ്ടോ, എന്നിട്ട് അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്, ഞാൻ ഫുള്ള് ഷഫിൾ ചെയ്ത് നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുക, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ആ കാർഡ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ആ കാർഡ് ഞാൻ ജസ്റ്റ് ടോപ്പിൽ വെക്കുകയാണ്. അതിൽ കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. ഇനി ആ കാർഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന കാണാൻ സാധിക്കും. കാർഡിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കാർഡ് നിങ്ങൾ പറയുന്നത് വെച്ചാൽ അതൊരു റെഡ് കാർഡാണോ ബ്ലാക്ക് കാർഡാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഈ കാർഡാണ്. ഓക്കെ, ആ കാർഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം ഞാൻ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. ആ കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാണ്, ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ആ ഒരു കാർഡ് ട്രിക്ക് ഒന്നുകൂടി ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാണ്. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാം. നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്ഥലത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ഒരു കാർഡ് ഞാൻ നോക്കുന്നില്ല. ആ ഒരു കാർഡ് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കാർഡ് ഞാൻ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആ കാർഡിൻ്റെ കളർ ചേഞ്ച് ആവാൻ നോക്കാം. ഓക്കെ, ഓ ഇപ്രാവശ്യം കാർഡിൻ്റെ കളർ ചേഞ്ച് ആയില്ല, ബട്ട് കാർഡ് ചേഞ്ച് ആയിട്ടുണ്ടോ നോക്കാം. നേരത്തെ ഒരു കാർഡ് വെച്ചില്ലേ, ആ കാർഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ കാർഡ് ഏതായിരുന്നു? ഓർമ്മ ഉണ്ടാവുമല്ലോ, ആ കാർഡാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പം എടുത്ത കാർഡ് ഏതായിരുന്നു? അതും ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കാർഡ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ പ്രിവ്യൂ കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ട്രിക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് എവിടെ എപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക് ട്രിക്കാണ്. നിങ്ങൾക്ക് ഒരു കാർഡ് രണ്ടെണ്ണം ആവശ്യമുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു റിയാക്ഷൻ കിട്ടുന്ന ഒരു മാജിക് ട്രിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരേപോലത്തെ രണ്ട് കാർഡുകൾ ആവശ്യമായിട്ടുണ്ട്. രണ്ട് കളറുള്ള ഒരേപോലെയുള്ള രണ്ട് കാർഡുകൾ ആവശ്യമുണ്ട്. ഈ കളർ മാറിയ കാർഡ് നമ്മൾ ആ രണ്ട് കാർഡ് നമ്മൾ ഇങ്ങനെ ബാക്കിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ കളർ മാറിയ കാർഡ് ഏറ്റവും അടിയിലായിട്ട് വരുന്ന രീതിയിൽ വെക്കണം. ഇനി നമ്മൾ മാജിക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു കാർഡായിരിക്കണം നമ്മൾ രണ്ടാമത് ഓഡിയൻസ് എടുക്കേണ്ട ഒരു കാർഡ് ഈ ഒരു കാർഡായിരിക്കണം. അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ മുന്നേ എടുത്തു വെക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് കാർഡും ഇതുപോലെ രണ്ടെണ്ണം എടുത്തു വെക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് ഓഡിയൻസിൻ്റെ ഇഷ്ടമാണ്. ഏത് കാർഡ് വേണമെങ്കിലും ഓഡിയൻസിന് എടുക്കാം. ഇതുപോലെ ടോപ്പിൽ നിന്ന് കാണിച്ചിട്ട് ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കാൻ പറയാം. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ആ ഒരു കാർഡ് ടോപ്പിൽ വെക്കാൻ പറയാം. ഇനി നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ഈ ഒരു കാർഡ് സെൻറ്ററിലാക്കുന്നെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഒരു കാർഡ് സെൻറ്ററിലാണ് ഉണ്ടാവുക, ഓഡിയൻസ് എടുത്ത ആ ഒരു കാർഡ്. അപ്പോൾ ആ ഒരു കാർഡ് ഏതാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് കാണിച്ചു തരാം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ ആ ഒരു കാർഡില്ലേ 7 ഓഫ് ഡയമണ്ട് എന്ന കാർഡിൻ്റെ കൂടെയായിരിക്കും ആ ഒരു ഓഡിയൻസ് എടുത്ത കാർഡ് വന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ നിങ്ങളുടെ കാർഡിൻ്റെ കളർ മാറുന്നതെന്ന് പറഞ്ഞിട്ട് മാറുന്നതെന്ന് പറയാം. അപ്പോൾ എന്നിട്ട് നമ്മൾ കാർഡുകൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ കളർ ഇപ്പം മാറും, ശ്രദ്ധിച്ചോ എന്ന് പറയാം. അപ്പോൾ നോക്കുമ്പോൾ ഒരു കാർഡിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ബാക്കി കാർഡ് അവിടെ വെച്ചതിന് ശേഷം ആ ഒരു കാർഡ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ 7 ഓഫ് ഡയമണ്ട് ആണ്, ബട്ട് അതിൻ്റെ ബേക്കിലുള്ള കാർഡാണ് നിങ്ങൾ എടുത്ത ഒരു കാർഡ്. ആ കാർഡ് ഞാൻ ജസ്റ്റ് നോക്കുന്നില്ല, എന്നാൽ ഞാൻ നോക്കി 5 ഓഫ് ഹാർട്ട്സ് ആണ് ആ ഒരു കാർഡ്. അപ്പോൾ അതിൻ്റെ തന്നെ ടോപ്പിൽ നമ്മുടെ 7 ഓഫ് ഡയമണ്ട് ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡബിൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രിക്കാണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ലിഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ വേണേൽ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ഓഡിയൻസിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് രണ്ട് കാർഡുകളാണ് എടുക്കുന്നത്. രണ്ട് കാർഡ് ഈ 7 ഓഫ് ഡയമണ്ട് അല്ലാതെ അതിൻ്റെ അടിയിലുള്ള കാർഡും കൂടി കൂട്ടിച്ചേർത്താണ് എടുക്കുന്നത്. അതിനാണ് ഡബിൾ ലിഫ്റ്റ് എന്ന് പറയാം. ഇനി നമ്മൾ ഓഡിയൻസിനോട് ചോദിക്കുക, നീ എടുത്ത കാർഡ് ഒരു റെഡ് കാർഡല്ലേ, അങ്ങനെ അയാൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഡബിൾ ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് ഈ കാർഡല്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് അധിക നേരം കാണിക്കാൻ പാടില്ല, എന്നിട്ട് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ആ ഒരു കാർഡ് ഞാൻ എന്തോ ട്രിക്ക് ചെയ്ത് എന്തോ സെറ്റപ്പ് ചെയ്തയാന്ന് സംശയം തോന്നാന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇപ്പോൾ മറ്റേ കാർഡ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ മാറ്റി വെച്ചത് അവരെടുത്ത കാർഡാണെന്ന് വിചാരിക്കും. നമുക്ക് കാർഡ് ഒന്നും കൂടി ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടി ചെയ്യുമ്പോൾ ബാക്കി എടുത്ത കാർഡില്ലേ, ആ ഒരു കാർഡിൻ്റെ
ആ ഒരു കാർഡിൻ്റെ ടോപ്പിലായിരിക്കണം ഈ കാർഡ് വെക്കേണ്ടത്. കാരണം മറ്റേ 7 ഓഫ് ഡയമണ്ട് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഓഡിയൻസിനെ കൊണ്ട് ഈ ഒരു 7 ഓഫ് ഡയമണ്ട് എടുപ്പിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് കുറച്ച് കാർഡുകൾ എടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. എവിടെ സ്റ്റോപ്പ് പറഞ്ഞാലും നമ്മൾ ഈ അടിയത്തെ കാർഡാണ് കാണിച്ചു കൊടുക്കുക. മനസ്സിലാവും? എവിടെ സ്റ്റോപ്പ് പറഞ്ഞാലും അടിയത്തെ കാർഡ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ 7 ഓഫ് ഡയമണ്ട് എന്ന കാർഡ് എടുക്കും. അപ്പോൾ ആ ഒരു കാർഡ് 7 ഓഫ് ഡയമണ്ട് അവരെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാർഡ് അവർ നന്നായിട്ട് ഓർമ്മിക്കുകയെല്ലാം ചെയ്ത് അവിടെ ടോപ്പിൽ വെക്കാൻ പറയാം. അപ്പോൾ സെയിം കോൺസെപ്റ്റ് തന്നെ ജസ്റ്റ് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അവരോട് പിന്നെയും പറയാം കാർഡിൻ്റെ കളർ മാറുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാർഡിൻ്റെ കളർ മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തോ തെറ്റ് പറ്റിയതാ, ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി പറയാം. അപ്പോൾ കാർഡിൻ്റെ കളർ മാറിയിട്ടില്ല. അപ്പോൾ അവർ വിചാരിക്കും ട്രിക്ക് പൊളിഞ്ഞു എന്ന്. അപ്പോൾ നമ്മളൊരു ടിസ്റ്റ് പറയാം. നേരത്തെ ഞാൻ കാർഡിൻ്റെ കളർ മാറാമെന്ന് പറഞ്ഞു, മാറിയിട്ടില്ല. ചിലപ്പോൾ കാർഡ് മാറിയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഇതേതാ കാർഡ് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ അവർ ഒരു 5 ആണ്, നേരത്തെ എടുത്ത 5 ആണ് വെച്ചാൽ 5 അല്ല നേരത്തെ ആ 5 ആണെന്ന് പറയും. അപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ അത് 7 ഓഫ് ഡയമണ്ട് ആയിരിക്കും. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് മാജിക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിപൊളി മാജിക് അല്ലേ? നല്ലൊരു റിയാക്ഷൻ കിട്ടുന്ന ഒരു മാജിക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഇനി ഇതുവരെ ദിവസവും ഒരു മാജിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ മാജിക്ക് ഇനി ആവശ്യമുള്ളതെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുമല്ല മാജിക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുമല്ല എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും പോകുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.